ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ഒരു ടേസ്റ്റി ഡോണറ്റ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഡോണറ്റ്സ് ഒക്കെ വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും പെർഫെക്റ്റ് ഷേപ്പിലും ടെക്സ്ചറിലുമുള്ള ഡോണറ്റ്സ് ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഡോണറ്റ്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ആദ്യം തന്നെ നമുക്ക് ഈസ്റ്റ് ഒന്ന് ഫെർമെന്റ് ചെയ്യാൻ വെക്കാം. അതിനായി ഞാനിവിടെ ഒരു അരക്കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഈസ്റ്റും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. അടുത്തതായി ഡോണറ്റ്സിനുള്ള ഡൗ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഇത് പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുഴച്ചെടുത്ത മാവിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡോണറ്റ്സ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം 1 മണിക്കൂർ അടച്ച് ഫെർമെന്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂർ കൊണ്ട് ഡൗ ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടെ കൈ ഉപയോഗിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഡൗ നല്ല സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനി പരത്തി കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് തിക്കായിട്ടിരിക്കണം. അതിനുവേണ്ടി ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്താണ് കുഴച്ചെടുക്കുന്നത്. കുറച്ച് പൊടി വിതറിയതിന് ശേഷം ഡൗ കൗണ്ടർ ടോപ്പിൽ വെച്ച് കൈ ഉപയോഗിച്ച് അത്യാവശ്യം ഒന്ന് പരത്തിയിട്ടുണ്ട്. ഇനി ഇത് 1/2 ഇഞ്ച് തിക്നെസ്സിൽ റോളർ ഉപയോഗിച്ച് ഈവനായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ഡൗ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡോണറ്റിന് വേണ്ടി കട്ട് ചെയ്തെടുക്കണം. അതിനായി ഞാൻ ഇതുപോലൊരു വലിയ ഗ്ലാസ് യൂസ് ചെയ്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു ഉഴുന്നുവട പോലെ ഷേപ്പ് കിട്ടാനായിട്ട് ഞാൻ നടുഭാഗം ഇതുപോലൊരു പ്ലാസ്റ്റിക് ലിഡ് വെച്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെ നടുഭാഗം കട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ബാക്കി വരുന്ന ഈ മാവ് കൊണ്ട് നടുഭാഗം കട്ട് ചെയ്യാതെ റൗണ്ട് ഷേപ്പിലും എടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത ഡൗ ഇതുപോലെ ബട്ടർ പേപ്പറിലോ ഒട്ടിപ്പിടിക്കാത്തൊരു സർഫസിലോ വെച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം ചെറിയ നനവുള്ള ഒരു തുണി ഉപയോഗിച്ച് കവർ ചെയ്ത് കൊടുക്കണം. ഇത് ഞാനൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഡൗ ഒന്നുകൂടെ പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി നേരം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതുപോലെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എല്ലാ വശവും ഒരുപോലെ കുക്കാവുന്നത് പോലെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതൊരു ഗോൾഡൻ കളർ ആവുമ്പോഴേക്കും നമുക്ക് കോരിയെടുക്കാം. ഈ ഒരു കളർ ആയപ്പോഴേക്കും ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഡോണറ്റ്സും കൂടെ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഡോണറ്റ്സിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം സോഫ്റ്റ് ആയിട്ടുമാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ ഡോണറ്റ്സ് പല സ്റ്റൈലിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഡോണറ്റ്സ് ഡിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ 3 തരം ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് പാലൊഴിച്ച് ഇതുപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചോക്ലേറ്റ്സ് ന്യൂട്ടെല്ലയും ഡാർക്ക് കോമ്പൗണ്ടും പിന്നെ മിൽക്കി ബാറുമാണ്.
ചോക്ലേറ്റ്സ് ഇല്ലെങ്കിൽ പൗഡേർഡ് ഷുഗർ സ്പ്രിങ്കിൾ ചെയ്തും അല്ലെങ്കിൽ ഷുഗർ ഗ്ലേസിൽ ഡിപ്പ് ചെയ്താണെങ്കിലും കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡോണറ്റ്സ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് ഡോണറ്റ്സ് നടുഭാഗം കളയാതെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തായിരുന്നു. അത് ഇതുപോലെ ഒന്ന് പോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് ന്യൂട്ടല്ല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സേഫായിട്ട് ഇതുപോലുള്ള സ്നാക്സ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പിക്കായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. താങ്ക്